മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ. മണി 5 എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7 മണിക്ക്. എന്തു പറ്റി? വീരസിംഹന്റെ കാറ്. വീര, നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സംശയിക്കണ്ട, ഹൈദരമരിക്കാരെ തന്നെ. ഇന്ത്യ ഒട്ടുക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദര അന്വേഷിച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ, ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? ഞാൻ ആരാണെന്ന് അറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേട് കൊണ്ടൊരു MLA. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാന ചെയ്യുന്ന എന്റെ ഡ്രൈവർ. അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ?
കൊണ്ടുപോയിക്കോളൂ. പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ടാപ്പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്ക് ഒരു വാർത്തയും കൊടുത്തേക്കുക. മന്നാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്ത് ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിന് വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. നോക്ക്, ഹൈദരുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു. ജീവപര്യന്തം നടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. കൈ നിറയെ പണവും റാൻമുള മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്തെ? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ്, മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടിനോടും ഈ മന്നാടിയാർക്ക് ഭയമില്ല. ഭദ്ര, വണ്ടി ഇറക്ക്. ഒരു നിമിഷം. ഇന്ന് മീനമാസം 7-ാം തീയതിയാ. 5 വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അങ്ങ് ഹൈദരെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ്. നീ പൂവും പ്രസാദമായിട്ട് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസിംഹൻ മാത്രമായിരിക്കാം. എനിക്ക് അങ്ങനെയല്ല. അവൻ എന്റെ എല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുറോട്ടിലിട്ട് വെട്ടിനുറുക്കി കൊന്നത്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ.